ഇന്നിപ്പോൾ മോളെ കൂടെയുള്ള കുക്കിംഗ് കാണിച്ചു തരാവേ. വീട്ടിലാണെങ്കിൽ ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. വെയിലുണ്ടായിരുന്നു, ഉച്ചവരെ വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അത് ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ഒരു 1.5 മിനിറ്റോളം വേവിച്ചെടുത്തു. പിന്നെ അതിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. വരാന്തയിലിരുന്നാണ് കട്ട് ചെയ്തത്. വെയിൽ കുറേ ദിവസം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നനഞ്ഞ തുണി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഒരു കസേര എടുത്തിട്ടാണ് മോള് തുണിയൊക്കെ വിരിച്ചിട്ടത്. അവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള വ്യാജേന അവൾ നന്നായി വെജിറ്റബിൾസ് കൊണ്ട് കളിച്ചു. അതിൽ വെള്ളം ദേഹത്താക്കിയും ആ വേസ്റ്റൊക്കെ എൻ്റെ പാത്രത്തിലിട്ടും ആ പാത്രത്തിൽ നിന്ന് പിന്നെ ഇതിലോട്ട് വേസ്റ്റ് പാത്രത്തിലിട്ടും നന്നായി കളിച്ചിരുന്നു. പിന്നെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തു. സോയാബീനും ഇച്ചിരി ഞാൻ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെച്ചായിരുന്നു, ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഫസ്റ്റ് ടൈമാണ് സോയാബീൻ ഉപ്പേരി വെക്കുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കോളിഫ്ലവറിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വേവിച്ചെടുത്ത കോളിഫ്ലവർ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ സോയാബീൻ വലിയ സോയാബീനായിരുന്നു. അതിനെ ചെറിയ ചെറിയ പീസാക്കിയായിരുന്നു. പിന്നെ ഉള്ളി എടുത്തായിരുന്നു, പച്ചമുളകും കൂടി എടുത്തു. പിന്നെ അത് കടുക് വറുത്ത് അതിലോട്ടിട്ടു. ഒരു ഉപ്പേരി പോലെ ആക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാ ഉപ്പേരി ആക്കുന്ന പോലെ സോയാബീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ ഉപ്പേരി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് കടുക് മൂപ്പിച്ച് അതിലിട്ടപ്പോൾ ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കളർ ഒരു പച്ച പോലെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കൂടി ഇട്ടു. മുളക് പൊടിയല്ല, ചിക്കൻ മസാലയും കൂടി ഇട്ടു. അപ്പോൾ ഈ റെഡ് കളറായി. എല്ലാം കൂടി ഇത് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 കറി ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ അത് കൂട്ടി തന്നെയാണ് ചോറ് കഴിച്ചത്. പിന്നെ ആ വെള്ളം വറ്റുന്നവരൊന്ന് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കുന്നത് കാണാം. അപ്പോൾ ഫുഡ് ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ അറിയത്ത് വരുമ്പോഴേക്കും കണ്ട കാഴ്ചയാണിത്. എൻ്റെ മോൾ കഞ്ഞി കുടിക്കുമായിരുന്നു. അതിനാണെങ്കിൽ ഇന്നത്തെ സാമ്പാറിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, മുരിങ്ങക്കായ്. അവളത് മൊത്തം അലങ്കോലാക്കിയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ചോറും നമ്മളെ കോളിഫ്ലവർ കറി, പിന്നെ സോയാബീൻ ഉപ്പേരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂട്ടി കഴിച്ചു. സോയാബീൻ